എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കമാണ് അവിടെ തുടങ്ങേണ്ടത്. അഭിലാഷ്, എക്സ്കവേറ്റർ എത്തിച്ചു, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയല്ലോ. എന്തുകൊണ്ടാണ് പരിശോധന തുടങ്ങാത്തത്? സുജിയ, ഇപ്പോൾ എക്സ്കവേറ്റർ ഇവിടെ എത്തിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ എക്സ്കവേറ്റർ ഓപ്പറേറ്റർക്ക് ഇപ്പോൾ കരസേനാ ഉദ്യോഗസ്ഥർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ ഏത് തരത്തിലാണ് മണ്ണെടുക്കേണ്ടത്, അത് ഏത് ഭാഗത്ത് എത്തുള്ളത് സംശയമുണ്ട്, സിഗ്നൽ കിട്ടിയതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ ഓപ്പറേറ്ററോട് കരസേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതി ഏതൊക്കെ തരത്തിൽ ഈ മണ്ണ് നീക്കം ആരംഭിക്കാം, എപ്പോഴിത് അവസാനിപ്പിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം സങ്കീർണമായ ഒരു പ്രവൃത്തിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് എക്സ്കവേറ്റർ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 60 അടിയോളം താഴ്ചയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണം കൂടിയാണിത്. വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ എക്സ്കവേറ്റർ ഈ സ്ഥലത്തെത്തുമ്പോൾ നമുക്കടക്കമുള്ള ആളുകൾക്കുള്ളത്. കാരണം വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് 3 നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു എക്സ്കവേറ്റർ ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഈ എക്സ്കവേറ്റർ എത്തിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാഗ്ദാനം. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇതെത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീടും ഇത് വൈകി. കാരണം യന്ത്രത്തകരാർ മൂലം വാഹനത്തിന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് 12 മണിയോട് കൂടിയാണ് ഇപ്പോൾ എക്സ്കവേറ്റർ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം തന്നെ ഈ വാഹനം ഉപയോഗിച്ച്, എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇവിടെ നിന്നുള്ള മണ്ണ് നീക്കം ആരംഭിക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്, ഇതിൻ്റെ ഓപ്പറേറ്റർ അടക്കം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ദീർഘദൂരം യാത്ര ചെയ്ത് വരികയാണ് അവർ. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് അവർ അവിടുന്ന് പോരുന്നത്. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതൊക്കെ ഒരു വിശ്രമം കൂടി അവർക്ക് വേണ്ടി വരുമെന്നുള്ള സംശയം കൂടി ഇപ്പോൾ ഏതായാലും ബലപ്പെടുന്നില്ല. ഏതായാലും കരസേനാ ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേറ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവിടെ നമുക്ക് വ്യക്തമായി കാണാം, കരസേനാ ഉദ്യോഗസ്ഥരൊക്കെ മുൻഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അടുത്ത ഘട്ടത്തിൽ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള ഈ മണ്ണെടുപ്പ് നടക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഭാഗത്ത് അല്പം കൂടി മണ്ണുണ്ട്. കാരണം നേരത്തെ ഈ നദിക്കരയിലേക്കുള്ള മണ്ണ് നീക്കം ചെയ്തിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഉൾഭാഗത്തേക്ക് ഇപ്പോൾ മണ്ണുണ്ട് എന്നാണ് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ എക്സ്കവേറ്ററിന് അങ്ങോട്ട് നീങ്ങാൻ കഴിയൂ. അവിടെ നീങ്ങിയാൽ മാത്രമാണ് എക്സ്കവേറ്ററിന് താഴത്തോട്ടുള്ള മണ്ണ് എടുക്കാൻ കഴിയുക. കാരണം അവിടെയാണ് ഈ നാവികസേനയും അതോടൊപ്പം തന്നെ NDRFും അടക്കമുള്ള സംഘങ്ങൾ ഒരു സിഗ്നൽ കണ്ടെത്തിയതെന്നാണ് മനസ്സിലാവുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ അവിടെ മണ്ണ് കൂടുതലായി താഴോട്ട് വീണ് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് അവിടെ ഈ ട്രക്കുണ്ടോ, അർജുൻ വന്ന ട്രക്കുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ നടക്കുന്നു. ഇപ്പോഴും ആ ഭാഗത്ത് 2 JCBകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഭൂം എക്സ്കവേറ്ററിന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ. അതിനുള്ളൊരു കാലതാമസമാണ് ഇവിടെയുള്ളത്. അതിനിടയിൽ ഇപ്പോൾ ഭൂം എക്സ്കവേറ്ററിലെ ഓപ്പറേറ്റർക്ക് കരസേനാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരസേനാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടുന്ന് മടങ്ങുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. അതൊരു വലിയ സങ്കീർണമായ പ്രവൃത്തിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സ്ഥലമടക്കം കണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കരസേനാ ഉദ്യോഗസ്ഥർക്കൊപ്പം ഭൂം ഓപ്പറേറ്റർ കൂടി ഉണ്ട് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ. അവിടെയുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ദൃശ്യങ്ങളിൽ നിന്ന് അത്ര മാത്രമാണ് ഇവിടുന്ന് വ്യക്തമാകുന്നത്. ഏതാണ്ട് 200 മീറ്ററിൻ്റെ അകലെ, 300ഓളം മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർക്കൊപ്പം ഈ ഓപ്പറേറ്റർ കൂടിയുണ്ട്. ഏതായാലും ആ ഹിറ്റാച്ചിക്ക് സമീപത്തേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്.